നമ്മളിപ്പോഴും സ്വാഭാവികമായി സംശയിച്ചു പോകുന്നത് കരയിൽ തിരച്ചിൽ ഒരു ഘട്ടത്തിൽ ഊർജിതമാക്കി. പക്ഷേ ഇപ്പോൾ ഈ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മണന്റെ ചായക്കടയുടെ താഴെ ഭാഗത്തായി ഏതാണ്ട് കരയ്ക്കും മൺകൂനയ്ക്കും ഇടയിലുള്ള പുഴയിലാണ്, പുഴയ്ക്കടിയിലാണ്. ഇത്രത്തോളം ആഴത്തിൽ ആ ലോറി കിടക്കുന്നതായിരിക്കുമോ അന്നൊരു പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ തടസ്സമായത്? അല്ലെങ്കിൽ ഇത്ര വലിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇന്നിപ്പോൾ 9 ദിവസം ഇതാ കഴിഞ്ഞിരിക്കുകയാണ്, നാളെ 10ാമത്തെ ദിവസമാണ്. സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കൊണ്ടുവന്നുകൂടായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മനസ്സിൽ. എന്താണ് അഭിലാഷിന് ആ സമയത്ത് ഗ്രൗണ്ട് സീറോയിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇന്നൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ തികച്ചും ഏകോപനമുള്ള, വളരെ കാര്യക്ഷമമായ ഏകോപനമുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ പരിശോധിച്ചാൽ യാതൊരു ഏകോപനവുമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്ന രീതിയിൽ, അതായത് ആ ഉത്തര കന്നഡ മേഖലയിൽ വ്യാപകമായ മഴക്കെടുതി ഉണ്ടായിരുന്നു. ആ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വാഭാവികമായുള്ള ഒരു പ്രവർത്തനം മാത്രമായിരുന്നു അന്ന് ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും ഭാഗത്തൊക്കെ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മണ്ണിടിച്ചിൽ എന്ന നിലയിൽ മാത്രമായിരുന്നു അന്ന് അവർ അതിനെ കാണുകയും അതോടൊപ്പം തന്നെ ദേശീയപാതയിലുള്ള ഒരു ഗതാഗത തടസ്സം എന്ന നിലയിൽ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു ആദ്യത്തെ 2 ദിവസമെങ്കിലും നടന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ തരത്തിലൊരു വീഴ്ച തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് വലിയ തരത്തിൽ മാധ്യമ ഇടപെടലൊക്കെ വന്നതോടുകൂടി മണ്ണ് നീക്കാനുള്ള പ്രയത്നങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും സംഭവിച്ചത് ഈ ഇടതുഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്ത് വലതുഭാഗത്തേക്ക് ഇടുന്ന ഒരു പ്രവർത്തനം നടന്നു. അതായത് ഇപ്പോൾ ലോറി ഉണ്ട്, അല്ലെങ്കിൽ ഈ റോഡിന്റെ താഴ്വാരത്തേക്ക്, പുഴയ്ക്കും റോഡിനും ഇടയിലുള്ള ആ വശത്തേക്ക് ആ മണ്ണ് തള്ളിവിടുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ആ മേഖലയിലുള്ള മണ്ണ് നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ ഈ ലോറി ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയുമായിരുന്നു പ്രധാനമായും ചെയ്തത്. ഒരു എക്സ്കവേറ്റർ അവിടെ എത്തിച്ചതിന് ശേഷമാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നത്. അതായത് അന്ന് അത്തരത്തിൽ ആ മണ്ണ് അങ്ങോട്ട് നീക്കം ചെയ്തില്ലായിരുന്നെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ അത്തരത്തിൽ ദുരന്തത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്നുള്ള കാര്യശേഷിയോട് കൂടി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു സംഭവം നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നതാണ്. ഏതായാലും ആ സമയത്ത് പിന്നീടാണ് ഈ ആർമി അടക്കം വരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ഇപ്പോൾ ഈ പുഴയിൽ വ്യാപകമായ പരിശോധന നടത്തുകയും സോണാർ അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയൊക്കെ ചെയ്തത്. ഒരു ഘട്ടത്തിൽ നാവികസേനയുടെ പരിശോധന ഈ മേഖലയിലൊക്കെ നടന്നു എന്നുള്ളതും നമുക്ക് അറിയേണ്ടുന്ന കാര്യമാണ്. പക്ഷെ അന്നൊന്നും ഈ വാഹനത്തെ അതിനടിയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വാഹനവും അതോടൊപ്പം തന്നെ വലിയ ടവറും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴുള്ളത് പോലെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൽ പ്രധാനമായ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയാണ് അന്ന് ഇപ്പോൾ അത് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇത്രയും മണ്ണിൽ പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ, പക്ഷേ സിഗ്നലുകൾ ദുർബലമായിരിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തുള്ള ചളി, റിവർ ബെഡൊക്കെ ഏതാണ്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തുള്ള ചളി ഇപ്പോൾ ഏതാണ്ട് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഇപ്പോൾ ഈ കണ്ടെത്തലിന് പിന്നിലുണ്ടാവാം എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് വളരെ ശാസ്ത്രീയമായുള്ള ഒരു സെർച്ചിങ് തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ ഉള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് ഈ ഒരു സംഭവം ഇത്രയും പ്രസക്തമാവുകയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയടക്കം ആർമി അടക്കം ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതേസമയത്ത് ഇതിനെ എല്ലാ ഘട്ടത്തിലും ആദ്യഘട്ടത്തിലൊക്കെ വലിയ തരത്തിൽ വിമർശനമാണ് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ ഭാഗത്തുണ്ടാവുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഭാഗത്ത് ഇത് സംബന്ധിച്ച് ഈഗോ വരുന്നത് നമ്മൾ പ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായി തന്നെ അർജുനൊപ്പവും അതോടൊപ്പം തന്നെ ഇവിടെ മണ്ണിനടിയിലാകപ്പെട്ട എല്ലാവർക്കും ഒപ്പവും നിലനിൽക്കുകയും അവർക്ക് വേണ്ടി പൊരുതുകയും പോരാടുകയും അത് തന്നെയാണ് അഭിലാഷ്, അത് നമ്മുടെ ദൗത്യവുമാണ്. അതുകൊണ്ടാണ് ഇടവേളകളില്ലാതെ നമ്മൾ അർജുന്റെ ഈ രക്ഷാപ്രവർത്തനത്തിൽ, അർജുനായുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത്.